ഗുഡ് മോർണിംഗ്. ഇന്ന് മുടക്ക ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അമ്മയുടെ വീട്ടിലൊന്ന് പോകാമെന്ന് കരുതി. അമ്മ ഞങ്ങളെ വിട്ട് പോയിട്ട് ഒരു വർഷത്തിൽ കൂടുതലായി. എന്നാലും അവിടെ ആരുമില്ല. അപ്പോൾ ഒന്ന് ബ്രദറൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അവർ ഇന്നലെ വിളിക്കണം, അങ്ങോട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞ്. എല്ലാം നന്നായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. To the Supreme God, to Bodhisattva Mahaguruji Meiling, Mahatma Choa Kok Sui, Ma Charlotte Anderson, all the spiritual teachers, all the gurus, saints, sannyasis and holy masters, holy angels, archangel, healing masters, ministers, supervisors, spiritual helpers, being of lights. Thank you for your divine guidance, divine peace, divine love, divine intelligence and divine illumination. In full faith, we thank you. Lots of gratitude, lots of respect and lots of love. In full faith, we thank you. നമുക്കെന്നും ഇങ്ങനെ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ദിവസം തുടങ്ങുകയാണെങ്കിൽ അവരവരുടെ ഗുരുക്കന്മാരെയും സർവേശ്വരനെയും വിളിച്ചുകൊണ്ട് പ്രയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് നാം എന്താണോ ഉച്ചരിക്കുന്നത്, എന്താണോ നമ്മുടെ മനസ്സിലുള്ളത്, നമ്മുടെ ഇൻറ്റൻഷൻ എന്താണോ അത് നമ്മുടെ ഓരോ കോശങ്ങളിലും പ്രതിഫലിക്കുമെന്നുള്ളതാണ്. നമുക്ക് പുഞ്ചിരിക്കാനായിട്ട് നാം പുഞ്ചിരിക്കുമ്പോൾ നമ്മുടെ കോശങ്ങൾ പുഞ്ചിരിക്കും, നമ്മുടെ അവയവങ്ങൾ പുഞ്ചിരിക്കുന്നു. കാരണം ആ പുഞ്ചിരി സന്തോഷമുള്ളിലുണ്ടാകുമ്പോൾ ആ സന്തോഷത്തിൻ്റേതായ ഒരു ഊർജം ജനറേറ്റ് ചെയ്യപ്പെടുന്നു. ഇത് പറയുമ്പോൾ സാധാരണ ചിലപ്പോൾ ആളുകൾക്കത് തമാശയായിട്ട് തോന്നാം, പക്ഷേ ഇറ്റ്സ് എ ഫാക്റ്റ്. നാം ചിരിക്കാനായിട്ട് ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ കോശങ്ങളും എല്ലാ അറ്റംസും പുഞ്ചിരിക്കുന്നു. ഇനി അല്ലെങ്കിൽ അങ്ങനെ സങ്കല്പിക്കുക, അത് പുഞ്ചിരി എപ്പോഴൊരു ഔഷധമാണല്ലോ. അതുപോലെ തന്നെ നാം എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ മനസ്സിലുദ്ദേശിച്ച് നാം പ്രാർത്ഥിക്കുന്നത്, ആ പ്രാർത്ഥന അത് ഈ പ്രകൃതി കേൾക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രകൃതി ഇങ്ങനെ നിശ്ചലമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും ഇവിടെ ഈ സ്ഫിയറുകളിലൊക്കെ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. യൂണിവേഴ്സൽ പ്രോസസ്സ് എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഈ ഗാലാക്റ്റിക് പ്രോസസ്സ്. ഈ ഭൂമിയും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും നിലനിർത്തുന്നതും പ്രിസർവ് ചെയ്യുന്നതും എല്ലാം ഇവിടെ തന്നെ നിലകൊള്ളുന്നു. ഇവിടെ ചീത്തകളുണ്ടാകുമ്പോൾ അതിനെ ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്യാനായി ഉള്ള ശക്തിയെയാണ് നമ്മൾ ശിവശക്തി എന്ന് വിളിക്കുന്നത്. ഡിസ്ട്രോയർ ആൻഡ് റിസ്റ്റോറർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പ്രിസർവ് ചെയ്യുക, വിഷ്ണു സങ്കല്പമാണ് പ്രിസർവേഷൻ. പ്രിസർവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിലനിർത്തുക, ഇതിനെ ബാലൻസ് ചെയ്ത് ഈ ഭൂമിയെ കൊണ്ടുപോകുക, ഭൂമിയിലെ ഓരോ ഊർജ്ജതലങ്ങളെയും ക്രമീകരിച്ച് നിലനിൽക്കാൻ വേണ്ടുന്ന സത്യതത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇതിനെയാണ് വിഷ്ണു സങ്കല്പം എന്ന് പറയുന്നത്. നമ്മുടെ പുണ്യപുരാണങ്ങളിലൊക്കെ പല അവതാരങ്ങളെടുത്ത് വിഷ്ണു വരുന്നതായിട്ടുള്ളതൊക്കെ അതിനോട് ബേസ് ചെയ്തിട്ടാണ്, ഭൂമിയെ നിലനിർത്താനായി. അതുപോലെ ബ്രഹ്മസങ്കല്പം, ബ്രഹ്മാവാണ് അതായത് ത്രിമൂർത്തികളിൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തന്നെ, ഈ ഭൂമിയുടെ സൃഷ്ടി, ഇവിടെയുള്ള ഓരോ ജീവജാലങ്ങളുടെയും സൃഷ്ടിയുടെ ഊർജമാണ് ബ്രഹ്മം. അതിലേക്കാണ് നമ്മുടെ പ്രൊക്രിയേഷൻ തലങ്ങളെ സംരക്ഷിക്കുന്നതും നിലനിർത്തുന്നതും. പുതിയ ജീവനുകൾ, ആ പ്രൊക്രിയേഷൻ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഭൂമിയിൽ പുതിയ ജീവനുകൾ ഉണ്ടാവില്ല. അങ്ങനെ അത് ക്രമേണ ഇല്ലാതെയാവും. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മസങ്കല്പം എന്ന് പറഞ്ഞത്
ലളിതമായി തോന്നുമെങ്കിലും ഇത് നാലുപാടും എല്ലാ ഡയമെൻഷനിലും മറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് ബ്രഹ്മസങ്കല്പം. എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ പ്രത്യേകമായി പ്രത്യുൽപാദന ശേഷി പ്രകൃതിക്ക് ഉണ്ടാക്കി തരുന്നതാണ് ബ്രഹ്മസങ്കല്പം. ഇത് ഓരോ മതങ്ങളിലും ഓരോ വ്യത്യസ്തമായ രീതികളിൽ പറയുന്നു എന്നേ ഉള്ളൂ. പഴയ ഋഷിവര്യന്മാർ, മുനിവര്യന്മാർ ഇപ്പോഴും പഴയത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇല്ല എന്നല്ല അർത്ഥം. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളതൊക്കെ പഴയ സമ്പ്രദായങ്ങളിൽ നിന്നും പഴയ കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായതാണല്ലോ. അതുകൊണ്ടാണ് പഴയ മുനിമാർ. ഇനി ഈ കാലഘട്ടത്തിലുള്ള മുനിമാരിൽ നിന്നും പുതിയ കാലഘട്ടങ്ങളിലേക്ക്, പുതിയ ലോകങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ നൂറ്റാണ്ടിലെ ഹീലിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഒരുപാട് ഹീലിംഗ് പഠിച്ച ആളുകളും പരിശീലിക്കുന്ന ആളുകളുണ്ട്. നാം അതിനെ ഇതൊരു സാധാരണ ചെറിയ പ്രവർത്തനമായി കാണണ്ട. ഈ പ്രകൃതിയുടെ നിഗൂഢ സത്യതത്വങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി അത് പ്രയോഗിക്കുന്നതാണ്. അതായത് സാധാരണ ഒരു ചെറിയ പ്രോസസ്സല്ല, നമ്മൾ വലിയൊരു പ്രോസസ്സ് തന്നെയാണ് ഹീലേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹീലേഴ്സ് പഠിച്ച് പരിശീലിക്കുന്നത് അത് ലളിതമാണെങ്കിലും അവരത് അത്രമാത്രം അതിൻ്റെ ആ കഴിവിനെ കുറിച്ച് അവർ ബോധവാന്മാരാണോ എന്ന് അറിയില്ലെങ്കിലും നാം ഹീൽ ചെയ്യുന്ന സമയത്ത് ഈ പ്രകൃതിയിൽ നാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം പ്രകടമാകുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതികൾ അഡാപ്റ്റ് ചെയ്ത് മഹാത്മാ ചോവാകോക്സി എന്ന എൻ്റെ ഗുരു, ഞങ്ങളുടെ ഗുരു, നമ്മുടെ ഗുരു മനസ്സിലാക്കി തയ്യാറാക്കി തന്ന ഈ അറിവുകൾ ഹീലിംഗ് മാത്രമല്ല, ചികിത്സകൾ മാത്രമല്ല, ചികിത്സയ്ക്ക് വേണ്ട എല്ലാ വിധത്തിലുള്ള വ്യത്യസ്തമായ തലങ്ങൾ, അതായത് ബേസിക് ഹീലിംഗ്, അനാട്ടമി തൊട്ട് കളർ ഹീലിംഗ്, സൈക്കോതെറാപ്പി, എനർജറ്റിക് ഡിഫൻസ്, ക്രിസ്റ്റൽ ഹീലിംഗ് തുടങ്ങി, പിന്നെ പ്രോസ്പെരിറ്റി ടെക്നിക്സുകൾ, അതുപോലെ തന്നെ യോഗിക് സാധനങ്ങൾ. ഉന്നതരായിട്ടുള്ളൊരു യോഗിവര്യൻ എങ്ങനെ പരിശീലിക്കണം, ഏത് രൂപത്തിൽ പരിശീലിക്കണം, എന്തൊക്കെ പ്രോട്ടോക്കോളുകളാണ് പാലിക്കേണ്ടത്, ശുദ്ധീകരിക്കപ്പെടേണ്ടത് എങ്ങനെയായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ച് നമുക്ക് സിലബസ് തയ്യാറാക്കി തന്നത് അദ്ദേഹം എത്രമാത്രം ആഴത്തിൽ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയാണ് എന്നുള്ളത് തുടക്കത്തിലൊന്നും നമുക്കത്ര മനസ്സിലാവില്ലെങ്കിലും പരിശീലിച്ച് മുന്നോട്ട് പോകും തോറും ഇതിൻ്റെ ആഴത്തിലുള്ള അറിവുകളിലേക്ക് അദ്ദേഹം തയ്യാറാക്കിയ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അതിലുള്ള സാരാംശം മനസ്സിലാക്കി, ആദ്യം നാം മനസ്സിലാക്കുന്നതല്ല പിന്നീട് കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇത്രമാത്രം സൂക്ഷ്മമായ തത്വങ്ങളാണോ ഇതിലുള്ളത് എന്ന് പിന്നീടാണ് നമുക്ക് തിരിച്ചറിയുക. അത്ര ആഴത്തിലാണ് ആ സബ്ജക്റ്റ് അദ്ദേഹം തയ്യാറാക്കി. പക്ഷേ സാധാരണക്കാർക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയായിരിക്കും. ഇനി അതൊരു വലിയ തലത്തിലുള്ള ആഴത്തിലുള്ളൊരു സബ്ജക്റ്റ് ആവണമെങ്കിൽ അതിലേക്ക് ഉളയിട്ടാൽ, മുങ്ങിയാൽ അതിന് മാത്രം നമുക്ക് വിചിന്തനീയമായ തലത്തിൽ ആഴത്തിലാണ് ഈ സബ്ജക്റ്റുകളൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത്. ആർക്കും ഏത് തലത്തിലും അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഗുരു പരമ്പരകളിൽ ഈ കാലഘട്ടത്തിൻ്റെ, ഈ നൂറ്റാണ്ടിലെ പഴയ കാലഘട്ടങ്ങളിൽ വിശ്വഗുരുവായിരുന്ന ബോധിധർമ്മ മഹാഗുരുജി മെയ്ലിങ്ങിൻ്റെ ശിഷ്യനായിരുന്നു ബോധിധർമ്മൻ. ഈ മഹാഗുരുജി മെയ്ലിങ്ങാണ് മാസ്റ്റർ ചോവാകോക്സുയിക്ക് ഈ ഇൻഡ്യൂറ്റീവായിട്ട് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ മഹാഗുരുജി മെയ്ലിങ്ങിനെ, ബോധിസത്വ മഹാഗുരുജി മെയ്ലിങ്ങിനെ ധ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാണുന്ന തലത്തിലുള്ള അറിവുകളൊക്കെ നമുക്ക് പകർന്നു തന്നു. മാത്രമല്ല അദ്ദേഹം വളരെയധികം റിസർച്ച്, സയൻറ്റിഫിക്കായിട്ട് തന്നെ
പല വലിയ വലിയ ഉന്നതരായിട്ടുള്ള ഗുരുക്കന്മാരുടെ രീതികളൊക്കെ പോയി പഠിക്കാൻ ലോകരാഷ്ട്രങ്ങളിലൊക്കെ സഞ്ചരിച്ച് ലോക ഗുരുക്കന്മാരുടെ അടുത്തൊക്കെ പോയി അവരുടെ രീതികൾ അവർ ട്രഡീഷണലായി പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന തത്വങ്ങൾ, എനർജിയായിട്ട് ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ യോഗിക് സാധനങ്ങൾ, എല്ലാവിധ അറിവുകളും ഒരു മനുഷ്യജന്മത്തിൽ അറിയേണ്ടുന്ന അറിവുകൾ മുഴുവൻ അതിൽ കൂടുതൽ അദ്ദേഹം ചിട്ടപ്പെടുത്തി തയ്യാറാക്കിയത് പല രാജ്യങ്ങളിലും വലിയ വലിയ ഉന്നതരായിട്ടുള്ള ഗുരുവര്യന്മാരുടെ ഗുരുപരമ്പരകളുടെ അടുത്തു നിന്നും ലഭ്യമായ അറിവുകളാണ്. അതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ആചാര്യനാണ് ഡോക്ടർ ഡേവിഡ് ഡങ്കിൻസൺ. അദ്ദേഹം യോഗി രാമചരക എന്ന പേരിലാണ് അറിയുക. ഇന്ത്യയിൽ ഹിമാലയങ്ങളിലൊക്കെ ഒരുപാട് വർഷങ്ങളോളം തപസ് ചെയ്ത് കുറേ പുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അദ്ദേഹം തയ്യാറാക്കിയ ഒരു സൈക്കിക് ഹീലിങ്ങിൽ നിന്നാണ് അദ്ദേഹം പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മാസ്റ്റർ പ്രാണിക് ഹീലിംഗ് എന്നുള്ള പേര് ഉണ്ടാക്കി. ആ പേര് പ്രാണ ഇൻ ദ സെൻസ്, പ്രാണ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടൈനി പാർട്ടിക്കിൾസ് ഓഫ് എനർജി. അത് സംസ്കൃത വാക്കാണ്. സംസ്കൃത വാക്ക് അദ്ദേഹം കടം കൊണ്ടത് ഇന്ത്യൻ വേദങ്ങളിൽ നിന്നാണ്. അപ്പോൾ വേദങ്ങളെക്കുറിച്ചും ഹിന്ദുയിസത്തെക്കുറിച്ചുമൊക്കെ അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിച്ച് മനസ്സിലാക്കി അതിലെ സൂക്ഷ്മതത്വങ്ങളും കൂടെ അഡാപ്റ്റ് ചെയ്തിട്ടാണ് ഹീലിംഗ് സമ്പ്രദായങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രാണ എന്നുള്ള വാക്ക് ഇന്ത്യയിൽ നിന്നാണ് മാസ്റ്റർ ഫിലിപ്പൈൻകാരനായിരുന്നെങ്കിലും ഇതൊക്കെ തയ്യാറാക്കി എടുത്തത്. അദ്ദേഹത്തിൻ്റെ അത്ഭുതകരമായ ഓർമ്മ ശക്തിയും കഴിവും റിസർച്ച് ചെയ്യാനുള്ള എബിലിറ്റിയും കാര്യങ്ങളെ വിവേചിച്ചറിയാനും ഒക്കെയുള്ള കഴിവ് ചെറുതായി ഇട്ടാണ് നമുക്ക് ആദ്യം മനസ്സിലാവുള്ളൂ. കുറേ കഴിയുമ്പോൾ നമ്മൾ ആഴത്തിലേക്ക് ഗുരുവായിട്ട് കൂടുതൽ അടുക്കുമ്പോൾ നമുക്ക് അവിശ്വസനീയമായ തലത്തിലാണ് അദ്ദേഹം വരാനിരിക്കുന്ന ശാസ്ത്രങ്ങളെപ്പോലും മനസ്സിൽ കണ്ടുകൊണ്ട് ക്വാണ്ടം ഫിസിക്സ്, ക്വാണ്ടം തിയറികൾ, അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ള എല്ലാ പഠന സമ്പ്രദായങ്ങളും ഒരു മനുഷ്യജന്മത്തിൽ എത്രമാത്രം വാല്യുബിളായിട്ട് ഉപയോഗിക്കാമെന്നും അത് ജീവിതത്തെ എത്ര മഹനീയമായി ഉയർത്തുമെന്നും അതിനോട് ബന്ധപ്പെടുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ അത് സൂക്ഷ്മമായി മനസ്സിലാക്കുന്ന ആളുകൾക്ക് ആണ് മനസ്സിലാവുക. അദ്ദേഹത്തിനെ ഓർക്കാതെ ഒരു ദിവസം പോലും, കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും, ജീവിതവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾക്കും വേണ്ട വ്യത്യസ്തമായ ടെക്നിക്സ്, ജീവിതത്തിനെ ഉയർത്തിക്കൊണ്ടുവരാനും ജീവിതത്തെ ഏറ്റവും മികച്ചതാക്കാനൊക്കെ സഹായിക്കുന്ന സിലബസ് അദ്ദേഹം തയ്യാറാക്കി തന്നത് വളരെ ആഴത്തിൽ തന്നെയാണ്. മഹാഗുരുജി മെയ്ലിങ്ങിനെ ശരണം പ്രാപിക്കുക. ശരണാഗതി എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കാര്യമായി കാണരുത്. പണ്ട് ഹനുമാൻ ശരണം പ്രാപിച്ചിരുന്നു. ആരെ? ശ്രീരാമനെ. ആ ശരണം പ്രാപിക്കുന്നത് കൊണ്ട് തന്നെ ശ്രീരാമൻ്റെ ശക്തി, അതേ ശക്തി ഹനുമാനും ഉണ്ടായിരുന്നു. അദ്ദേഹം ശ്രീരാമനെ ഭജിച്ചുകൊണ്ടാണ് എന്ത് കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിന് തന്നെ ഒരു ശരണാഗതി, ശരണം പ്രാപിക്കുക, ഗുരുവിലേക്ക് വിലയം പ്രാപിക്കുക, ഗുരുവിൻ്റെ ശക്തി നമ്മിലേക്ക് പ്ലഗ് ഇൻ ചെയ്ത് നമ്മെ ഏറ്റവും മികച്ച തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ അത് ശരണാഗതി. അതുകൊണ്ട് തന്നെ ഹനുമാൻ ശരണാഗതി, എപ്പോഴും ശരണാഗതി ഉണ്ടായിരുന്നുണ്ട്. ശരണാഗതി പറഞ്ഞാൽ ശരണം പ്രാപിക്കുക ഗുരുവിനെ. അദ്ദേഹത്തിന് ഒരു മരുന്നുകളുടെ മല പോലും ചുമന്നു കൊണ്ടുവരുവാനുള്ള ശക്തി ഉണ്ടായി എന്നുള്ളതാണ്. നമ്മുടെ മുന്നിലുള്ള തടസ്സങ്ങളെ നീക്കാനായിട്ട്, ഓബ്സ്റ്റാക്കിൾസ് ഓഫ് മൗണ്ടൻസ്, ഇതിന് നീക്കാനായിട്ട് നമുക്ക് ശരണം പ്രാപിക്കുകയാണെങ്കിൽ, ശരണാഗതി പരിശീലിക്കുകയാണെങ്കിൽ, നമ്മുടെ ഗുരുവിനെ ശരണാഗതി പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാര്യങ്ങളും ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ തടസ്സങ്ങൾ എല്ലാം മാറി
മുന്നോട്ടുള്ള പ്രയാണം വളരെ മികച്ചതായി തീരുമെന്ന് അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ശരണാഗതി വളരെ ലളിതമായിട്ട് പരിശീലിക്കാവുന്നതേ ഉള്ളൂ. ഇത് യോഗ പ്രാണവിദ്യയിൽ ദ പാത്ത് ടു അർഹത്ഷിപ്പ്, അതായത് ഇത് അർഹതപ്പെട്ടവനായി തീരാനുള്ള അർഹതയിലേക്ക് അർഹത്തായി തീരുവാനായിട്ട് ഉള്ള പരിശീലനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദ പാത്ത് ടു അർഹത്ഷിപ്പിലെ ശരണാഗതി. ദ പാത്ത് ടു അർഹത്ഷിപ്പ് പരിശീലനങ്ങൾ വ്യത്യസ്തമായ യോഗി സാധനങ്ങളാണ്. ഈ യോഗി സാധനങ്ങൾ ചെയ്യുന്നതിൽ ഒരു ചെറിയ പരിശീലനമാണ് ശരണാഗതി. ചെറിയത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒട്ടനവധി കാര്യങ്ങൾ അതിൽ പരിശീലിക്കാനുണ്ട്. അതിലൊരു ചെറിയ പരിശീലനം, നമ്മൾ ധ്യാനങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ശരണം പ്രാപിച്ചുകൊണ്ട് ശരണാഗതി പരിശീലിച്ചുകൊണ്ടാണ് ധ്യാനമൊക്കെ തുടങ്ങുക. ധ്യാനത്തിൻ്റെ ആഴം ശരിയാകുന്നതിനും ധ്യാനത്തിൽ കൂടെ ലഭ്യമാകുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തമായ ശക്തി ഉണ്ടാകുന്നതിനും നമ്മെ സഹായിക്കാനായിട്ട് ശരണാഗതി ഉപകാരപ്പെടുന്നു. ശരണാഗതി ഇങ്ങനെയാണ്, വളരെ ലളിതമാണ്. നമ്മുടെ ഭാഷയിൽ നമുക്ക് ശരണം പ്രാപിച്ചാൽ മതി. ആരാണോ ഗുരുവിനെയാണ് നമ്മൾ ശരണം പ്രാപിക്കുക. ദൈവത്തെയും ശരണം പ്രാപിക്കാം. ഗുരുവാണ് നമുക്ക് വേണ്ട ന്യൂട്രിയൻസൊക്കെ തന്ന് നമ്മെ ഡെവലപ്പ് ചെയ്യുക. നമുക്കൊരു ഗുരു ഉണ്ടായിരിക്കും. ആ ഗുരു ചിലപ്പോൾ നമുക്ക് പ്രകടമായി നേരിട്ടിട്ടുണ്ടായിരിക്കില്ല, കാഴ്ചയിലുണ്ടായിരിക്കില്ല. പക്ഷെ നമുക്കൊരു ഗുരു ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഗുരു നമുക്ക് പ്രകടമാണ്. നമുക്കറിയാതെ തന്നെ നമ്മളിലൊരു ഗുരുവുണ്ട്. അപ്പോൾ ആ ഗുരു ആരാണോ അവർക്ക് ശരണം പ്രാപിക്കാനായിട്ട് ഒരു പ്രാർത്ഥന പരിശീലിക്കുന്നത് നല്ലതാണ്. അവരവരുടെ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി. ഞാനതിൻ്റെ സാരാംശം, അതിൻ്റെ അർത്ഥതലം, അതിൻ്റെ ബോധതലത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാം. ആദ്യം നമ്മൾ സർവേശ്വരനെ പ്രാർത്ഥിക്കണം. ടു ദ സുപ്രീം ബീയിങ് ഓഫ് ഗോഡ്, സർവേശ്വര. ടു ലോർഡ് മഹാഗുരുജി മെയിലിംഗ്. ലോർഡ് മഹാഗുരുജി എല്ലാ താന്ത്രിക വിദ്യകളുടെയും ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായിരുന്ന, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഗുരുവര്യനാണ്. ഇന്ന് എല്ലാ പാരമ്പര്യങ്ങളും, എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ പാരമ്പര്യങ്ങളുടെയും ഈ ഈശ്വരീയമായ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്പിരിച്വൽ സാധനങ്ങളുടെ ആചാര്യനാണ് ബോധിസത്വ മഹാഗുരുജി മെയിലിംഗ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് ബോധിധർമ്മൻ. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് മഹാത്മാ ചോവാകോക്സി. അപ്പോൾ അദ്ദേഹത്തിന് ചാൻറ്റ് ചെയ്യാനായിട്ട് ആദ്യം സർവേശ്വരനെ വിളിക്കുകയാണ്. അത് കഴിഞ്ഞ് മഹാത്മാ ചോവാകോക്സിയെ നമ്മൾ ശരണാഗതി പ്രാപിക്കുമ്പോൾ അതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഒന്ന് ശരണം പ്രാപിക്കുന്നത് നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ടു ദ സുപ്രീം ഗോഡ്, ടു ബോധിസത്വ മഹാഗുരുജി മെയിലിംഗ്, ടു മഹാത്മാ ചോവാകോക്സി. നമ്മൾ മാസ്റ്റർ വിളിക്കുന്നത് ആത്മാ നമസ്തേ മാസ്റ്റർ ചോവാകോക്സി. ഐ ദ സോൾ salute the divinity in you. I the soul salute the spiritual teacher in you. I the soul am super conductive, super receptive on all levels to the divine energies blessing passing through you, Master. Yes, Master. Thank you, Master. With the deepest gratitude, നന്ദി പറയുക, ഡീപ്പസ്റ്റ് റെസ്പെക്റ്റ്, നിറഞ്ഞ ബഹുമാനത്തോടുകൂടിയും നിറഞ്ഞ സ്നേഹത്തോടെയും, ഡീപ്പസ്റ്റ് ലവ് ഇൻ ഫുൾ ഫെയ്ത്ത്, വി താങ്ക് യു. ഇത് നമുക്ക് ശരണാഗതി ചെയ്യുമ്പോൾ ദിവസം നമുക്ക് എത്ര തവണയാണോ നാം ചെയ്യുന്നത്, 1, 2, 3 അല്ലെങ്കിൽ കുറച്ചധികം ചെയ്യുന്നത്, ഉയർന്ന തലത്തിൽ പരിശീലിക്കുന്ന ആളുകൾ ഇത് കുറച്ച് കൗണ്ടുകൾ കൂടുതൽ ചെയ്യാറുണ്ട്.
to the Supreme Being of God, Bodhisattva Mahaguruji Mailing, to Mahatma Choakok Sri, Atma Namaste, Master Choakok Sri. I, the soul, salute the divinity in you. I, the soul, salute the spiritual teacher in you. I, the soul, I'm super conductive, super receptive on all levels to the divine energies, blessing passing through you, Master. Yes, Master. Thank you, Master, with the deepest gratitude, respect, and love. ഈ ശരണാഗതി പറയുമ്പോൾ നമ്മിൽ കൂടെ ഈശ്വരീയമായ ഊർജം മാത്രമല്ല, ഗുരുവിൻ്റെ ഊർജവും നമ്മിൽ കൂടെ ഒഴുകുന്നു. അത് പ്ലഗ് ഇൻ ചെയ്യുന്നു. നാം ഒരു കറണ്ട് എടുക്കാൻ വേണ്ടി 2 വയർ കൊണ്ടുപോയി പ്ലഗിൽ കുത്തുന്നത് പോലെ ഉടനെ തന്നെ ഗുരുവായിട്ട് ബന്ധപ്പെടുന്നു. നമ്മിൽ കൂടെ ഒഴുകുന്ന സാധാരണ ഒരു ശരാശരി മനുഷ്യനുണ്ടാകുന്ന കഴിവുകളേക്കാൾ കൂടുതലായിട്ട് ആ സമയം നമ്മുടെ ശരീരം വളരെ ശക്തമാകുന്നു. എന്ത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവാണ് ശരണാഗതിയിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്നത്. എന്നും ഗുരുവിനെ ശരണം പ്രാപിക്കാനുള്ള ഒരു താല്പര്യം നാം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഈശ്വരനെ ആദ്യം ധ്യാനിക്കുക, അതിനുശേഷം ഗുരുക്കന്മാരെ ധ്യാനിക്കുക. നമ്മെ സഹായിക്കുന്ന, നമ്മെ നിലനിർത്തുന്ന, നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ തരുന്ന ഗുരു എന്നുള്ള അവസ്ഥ ഈശ്വരന് തുല്യമായി തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം മുഴുവനും ഈ മഹാഗുരുജി മെയിലിങ്ങിൻ്റെ കീഴിൽ മഹാത്മാ ചോവാക്കോക് സി തയ്യാറാക്കിയ വളരെ അമൂല്യമായ പാഠ്യപദ്ധതികൾ പരിശീലിച്ചു വരുന്നു. എല്ലാ രാജ്യങ്ങളിലും ഇത് പരിശീലിക്കുന്നു. മുൻപ് ഇത് ഒരു സിസ്റ്റം ഓഫ് ഫൗണ്ടേഷൻ ആയിരുന്നു. മാസ്റ്റർ മരിച്ചതിന് ശേഷം പിന്നീട് ഓരോരുത്തർ അവരവരുടെ രീതികളിൽ സ്വന്തമായി ഫൗണ്ടേഷനുകൾ, വഴക്കുകൾ, ഈ രാഷ്ട്രീയത്തിൽ സെപ്പറേറ്റ് ചെയ്ത് പുതിയ ഇതുണ്ടാകുന്നത് പോലെ വ്യത്യസ്തമായ ഓരോ സ്റ്റേറ്റിലും ഓരോ രാജ്യത്തുമൊക്കെ ഉള്ള ഫൗണ്ടേഷൻസൊക്കെ വ്യത്യസ്തമായ പേര് അവരുടെ തലത്തിൽ രജിസ്റ്റർ ചെയ്ത് അവരാണ് ശരി, ഞാനാണ് ശരി. ഗുരു എന്നുള്ളത് ഒരു ശരി മാത്രമല്ല, നാം എന്താണോ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ എല്ലാം ഗുരു തന്നെയാണ് അദ്ദേഹം. അല്ലാണ്ട് ഒരു വീട്ടുകാരുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെയോ ഒതുക്കത്തിലുള്ളതല്ല ഗുരു. പലപ്പോഴും ഇങ്ങനെ സംഘർഷങ്ങൾ, വഴക്കുകൾ, കേസുകൾ ഒക്കെ ഒട്ടനവധി ഉണ്ടായി. മാസ്റ്ററുടെ കാലശേഷം അതിൻ്റെ എല്ലാ അവകാശവും കൊടുത്തത് ഷാർലറ്റ് ആൻഡേഴ്സൺ ആയിരുന്നു, മാസ്റ്ററുടെ ലൈഫ് പാർട്ട്ണർ. അവരായിരുന്നു മാസ്റ്ററെ ലോകം മുഴുവനും ഇത് പ്രചരിപ്പിക്കാനൊക്കെ സഹായിച്ചത്. മാസ്റ്റർ പോയി അദ്ദേഹം എല്ലാ കാര്യങ്ങളും അവരെ ഏൽപ്പിച്ചതിന് ശേഷം അദ്ദേഹം ഇവിടുന്ന് ഫിസിക്കൽ ബോഡിയിൽ നിന്ന് പോയതിന് ശേഷം ഷാർലറ്റിനെ ഏൽപ്പിച്ചതിന് ശേഷം കുറച്ച് നാളൊക്കെ മാസ്റ്ററുടെ ഫാമിലി, വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ മിസ്സിസാണ് ഷാർലറ്റ്. അവരുടെ അറിവും കഴിവും അവരുടെ പ്രാപ്തിയൊക്കെ കൊണ്ട് ഈ രീതി, മാസ്റ്റർ തയ്യാറാക്കിയ എല്ലാ സിസ്റ്റംസും വളരെ ലോകപ്രസിദ്ധമാവുകയും പ്രചാരം നേടുകയും ചെയ്തു. അതിൻ്റെ ഒരു നന്ദി, സ്നേഹം മാസ്റ്റർക്ക് അവരോട് എപ്പോഴും ഉണ്ടായിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഷാർലറ്റിലേക്ക് എഴുതി വെച്ചത്. മാസ്റ്ററുടെ വീട്ടുകാർക്ക് അന്ന് ആ കാര്യങ്ങളിൽ അവരത് അത്രമാത്രം സീരിയസ് ആയിരുന്നില്ല. ഇന്ന് അവർ അത് കൊണ്ടുപോകുന്നു. പക്ഷേ ഷാർലറ്റിനെ എതിരെ കേസ് കൊടുക്കുകയും അവരെ ഫിലിപ്പൈൻസിലെ നിയമപ്രകാരം ഒരു ഭാര്യയെ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വത്തിലും അവകാശത്തിലുമൊക്കെ ഷാർലറ്റിന് അവകാശമില്ല എന്ന് അവിടുത്തെ കോടതി വിധിക്കുകയും അങ്ങനെ അവർ പുറത്താക്കപ്പെടുകയും ചെയ്തു. ആ വിഷമത്തെക്കുറിച്ചൊക്കെ നമുക്ക് സങ്കല്പിക്കാവുന്നതിലും അധികമായിരിക്കും. ആ കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ ആ ഫൗണ്ടേഷൻ്റെ ട്രെയിനറായിരുന്നു. അപ്പോൾ അന്ന് ഷാർലറ്റ് ചെന്നൈയിൽ വന്നൊരു പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്ന
ഒരു ഊർജ്ജപ്രകാശം നിസ്സാരമായിരുന്നില്ല. അന്ന് പങ്കെടുത്ത ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിൽ നിന്നും വിദേശത്തു നിന്നും ധാരാളം ആളുകളുണ്ടായിരുന്നു. അതിനുശേഷം ഇത്രയ്ക്കൊരു വലിയ പ്രഭാവം ആ ഷാർലറ്റിലേക്ക് അടുക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ അവർക്കെതിരെ സ്വന്തം മക്കളെ പോലെ വളർത്തിക്കൊണ്ടുവന്ന ആളുകൾ തന്നെ കേസ് കൊടുക്കുകയും വീട്ടുകാരെ കൊണ്ട് കേസ് കൊടുപ്പിക്കുകയും മാ ഷാർലറ്റിനെ അവിടെ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർക്ക് ഫിലിപ്പൈൻസിൽ പോകാൻ തന്നെ പ്രവേശിക്കാൻ തന്നെ സാധ്യമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വന്നു. അതിൻ്റെയൊക്കെ കർമ്മിക് ഒബ്ലിഗേഷൻസ്, കർമ്മിക് ഡെപ്റ്റുകളൊക്കെ നാം എല്ലാവരും കർമ്മനിയമത്തെക്കുറിച്ചൊക്കെ വല്ലാണ്ട് വിശാലമായി പറയുകയും പഠിപ്പിക്കുകയും വിചാരിക്കുകയും ചെയ്യും. ഒരു സ്വന്തം കാര്യം വരുമ്പോൾ കർമ്മനിയമത്തെയൊക്കെ മറന്ന് തൽക്കാലം കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നതാണ്. പക്ഷേ ഈ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ നാം എന്ത് ചെയ്യുന്നോ അതിനൊരു തിരിച്ചൊരു പ്രതിപ്രവർത്തനം ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. തൽക്കാലം ഇത് നടക്കട്ടെ, ഇതിൻ്റെ കർമ്മദോഷം തൽക്കാലം പ്രശ്നമില്ല, എനിക്ക് ഇന്നിതിൽ ഞാൻ സക്സസ്, ഇതെനിക്ക് പിടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് മാ ഷാർലറ്റ് തിരിച്ചു പോയതിന് ശേഷം അവർ USA പോയി. അവർ USA, ഓസ്ട്രിയ ഒക്കെ അവർക്ക് സ്ഥലങ്ങളുണ്ട്, വീടുകളുണ്ട്. അപ്പോൾ അവിടെ പോയിരുന്നവർ വീണ്ടും തപസ്സിലേക്ക് പോയി. പിന്നീട് എല്ലാ സബ്ജക്റ്റുകളും തയ്യാറാക്കിയത് അവരാണ്. മാസ്റ്ററുടെ ആണ് കണ്ടെത്തലുകളെങ്കിലും എല്ലാം ചിട്ടപ്പെടുത്തി പുസ്തകങ്ങളാക്കിയതും ലോകത്തിലേക്ക് മുഴുവൻ എത്തിക്കാനുള്ള പ്രസൻറ്റേഷൻസ്, ടീച്ചിങ് മാനുവൽസ് ഇതൊക്കെ ഉണ്ടാക്കിയത് മാ ഷാർലറ്റാണല്ലോ. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഈ സബ്ജക്റ്റുകളെ കുറേ കൂടെ ആഴത്തിൽ മാസ്റ്ററും ഷാർലറ്റും കൂടി തയ്യാറാക്കിയ പല കാര്യങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു, പല നോട്ടുകളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ വെച്ച് അവർ പുതിയ കുറേ റിസർച്ച് ചെയ്യാൻ പോലും ഈ സബ്ജക്റ്റിനെ കുറിച്ച് സാധ്യമാകുന്ന തലത്തിൽ പുസ്തകങ്ങൾ തയ്യാറാക്കിയും ബുക്സ് തയ്യാറാക്കി അത് വീണ്ടും ഒരു പുതിയൊരു ഫൗണ്ടേഷൻ US ബേസ്ഡായിട്ട് തുടങ്ങി. ദ ഇന്നർ സയൻസസ് എന്നുള്ള പേരിൽ തുടങ്ങി. അത് വളരെ മികച്ചതായി ഈ പ്രവർത്തനം ഇന്ന് ലോകത്തെല്ലായിടത്തും നടക്കുന്നു. ഒരിക്കൽ മാ ഷാർലറ്റ് എന്നെ വിളിച്ച്, ഞാൻ അത്യാവശ്യം പ്രൊഡക്റ്റീവായിട്ടുള്ള ട്രെയിനറായിരുന്നു ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ നല്ലപോലെ ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ മാ ഷാർലറ്റിന് അറിയാമായിരുന്നു. ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുകയും ഓർഗനൈസ് ചെയ്ത് പോകുന്നതൊക്കെ. അപ്പോൾ അവരെന്നെ ഒരിക്കൽ ഞാൻ അവരോട് അവർക്കല്ല, അവരുടെ ആ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട ആളുകളെ ഞാൻ വിളിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. കുറച്ച് റോയൽറ്റി ഒക്കെ കൂടുതലാണെങ്കിലും ബുക്സുമൊക്കെ വളരെ കൂടുതൽ മികച്ചതാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടാവുകയും അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാ ഷാർലറ്റ് ഒരിക്കൽ എന്നെ ഫോണിൽ വിളിച്ച് എനിക്കാണെങ്കിൽ അവരുടെ വളരെ ഫാസ്റ്റായിട്ടുള്ള ഇംഗ്ലീഷും പ്രൊനൗൺസിയേഷനും അത്ര മനസ്സിലായില്ല. എന്നാലും എനിക്ക് കുറേയൊക്കെ മനസ്സിലായി. തിരിച്ച് പറയാനൊന്നും കിട്ടിയില്ല. മാ ഷാർലറ്റ് മനസ്സിലാക്കി എനിക്ക് കമ്മ്യൂണിക്കേറ്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോൾ അവർ കൽക്കട്ടയിലുള്ള അങ്കിത് ബംഗയെ കൊണ്ട് വിളിപ്പിച്ചു. അദ്ദേഹം പിന്നെ വളരെ സ്ലോലി കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കൽ ഡൽഹിയിലേക്ക് പുറപ്പെടാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാൻ മാ ഷാർലറ്റിൻ്റെ അടുത്തെത്തി 10-12 ദിവസം അവരുടെ കൂടെ ചെലവഴിക്കാൻ ഞാൻ അരബിന്ദോ ആശ്രമത്തിൽ താമസിച്ചു. മാ ഷാർലറ്റ് താമസിക്കുന്ന ക്ലാരിയൻ കളക്ഷൻസ് എന്ന് പറഞ്ഞ റിസോർട്ടിലേക്ക് കാലത്ത് നിന്നും പോകും. അവർ എനിക്ക് പാഠ്യപദ്ധതികളൊക്കെ, കോഴ്സുകളൊക്കെ പഠിപ്പിക്കാനുള്ള അവസരം, ലൈസൻസ് അന്ന് കനിഞ്ഞ് ഒരു സ്വന്തം മകനെ പോലെ 12 ദിവസം കാലത്ത് ചെന്ന് വൈകുന്നേരം രാത്രി വരെയല്ല, ഒരു ഈവനിങ് വരെയൊക്കെ ക്ലാസ്സുകളും ഡിസ്കഷൻസും അതിനുവേണ്ട എല്ലാ ടീച്ചിങ് മാനുവൽസും അതിനുവേണ്ട CDസും അങ്ങനെയുള്ള
പ്രസൻറ്റേഷൻ, പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ തൊട്ട് എല്ലാ കാര്യങ്ങളും എനിക്ക് ഒരു സ്വന്തം മകനെ പോലെ അവർ അനുവദിച്ചു തന്നു. അങ്ങനെ ഞാൻ 2015 ആണ് ഞാൻ ഷാർലറ്റായിട്ട് ഉള്ള എഗ്രിമെൻ്റ് വന്നത്. അതിനു മുമ്പ് വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ്റെ ട്രെയിനറായിരുന്നു. അങ്ങനെ ഷാർലറ്റ് ഏൽപ്പിച്ച ദൗത്യം ഇന്നും വളരെ സ്നേഹത്തോടെയും സമാധാനത്തോടു കൂടിയും വളരെ ഉത്സാഹത്തോടു കൂടിയും ഞാൻ നടത്തിപ്പോരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിൽ നിന്നുമുള്ള ധാരാളം ആളുകളെ എനിക്ക് പഠിപ്പിക്കാനുള്ള അവസരമുണ്ടായിട്ടുണ്ട് എന്നല്ല, ഇപ്പോഴും അവസരങ്ങളുണ്ട്. പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. കുറേ കോഴ്സുകളൊക്കെ ഓൺലൈനിലായിട്ട് പഠിപ്പിക്കുന്നു. ഹയർ കോഴ്സസൊക്കെ ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്നു. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ ജീവിതത്തിലൊരു അർത്ഥതലവും ശക്തിയും അറിവും കഴിവുകളും എല്ലാം നൽകിയത് മഹാത്മാ ചൊവാക്കോക്സുയിയാണ്. അതിനെ ശക്തി കൂട്ടാനായിട്ട്, അതിനെ കൂടുതൽ ക്രമബന്ധിതമായി ഗുണപരമായ തലങ്ങളിലേക്ക് ഉയർത്താനായിട്ട് എന്നെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഷാർലറ്റ് അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണമായ കടപ്പാട് അവരോട് തന്നെയാണ് എന്നുള്ളത് നിസ്സംശയം എനിക്ക് പറയാനായിട്ട് സാധിക്കും. എനിക്ക് അവർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ട്. എന്നെ എല്ലാ സമയങ്ങളിലും അവർ ഷാർലറ്റ് വിത്ത് മാസ്റ്റർ ചൊവ്വ എന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഈച്ച് ആൻഡ് എവരി മൂമെൻറ്റ്സ് അവരുടെ പ്രസൻസ് ഞാൻ അനുഭവിക്കുകയും എനിക്ക് വേണ്ടാത്തതായ കാര്യങ്ങൾ മാത്രം നിലനിർത്താനും വേണ്ടാത്തതായ കാര്യങ്ങൾ ഒഴിവാക്കാനും എന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവർ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് ഞാൻ നന്ദി പൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇനി വേറൊരു അവസരത്തിൽ കൂടുതൽ വിശദമായിട്ട് പറയാം. താങ്ക് യു. നമസ്തേ.